ഗുരുവായൂർ നിന്നൊരു വാർത്തയുണ്ട്. 24 മണിക്കൂറിലുള്ള ആ കുട്ടിയെ ആ അമ്മയെയും രക്ഷപ്പെടുത്തി അവർക്ക് വീട് ഫ്ലാറ്റ് കൊടുക്കണം. ഞാൻ പത്രത്തിനാണ് ആയാലും ഷൗട്ടായി. എന്ത് പത്രം? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ട വയലിൻ വീട് സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഒരു പ്രഭാഷണമാണ്. യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി മാതൃഭൂമിയുടെ ടാഗ്ലൈനാണ്. ഗുരുവായൂർ മാതൃഭൂമിയുടെ ലേഖകൻ കലൂർ ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് ഈ എഡിഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. പത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വിശേഷത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം. നമസ്കാരം ടാൻഡോ. നമസ്കാരം. ഇത് വലിയ സന്തോഷം. ഇങ്ങനെ ആദ്യം പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ അമ്പലം, കുളം. എങ്ങനെ കണ്ടെത്തി എന്നെ ഇവിടെ കൊടുത്തിരുത്തിയാല് ഒരു നിമിത്തമുണ്ട്. നേട്ടന്റെ വാർത്തകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ലൈഫുള്ള വാർത്തകളാണ്. അത് ശരിക്കും ജീവിതത്തിന് ഉള്ള ഒരു പാഠാണോ? എന്തൊക്കെയാണ് ഈ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഞാന് ഗുരുവായൂർ മാധ്യമ പ്രവർത്തകർ, ഗുരുവായൂർ ഒരു ലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അമ്പലം പ്രധാനം. മറ്റെവിടെ ഇല്ല. കുന്നംകുളത്തോ ചാവക്കാടോ തൃശ്ശൂർ അവർക്ക്. പക്ഷെ ഗുരുവായൂർ ലേഖ എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. അമ്പലം കഴിഞ്ഞിട്ട് അമ്പലമാണ് കേന്ദ്രം. ഞാനിവിടെ ഗുരുവായൂർ ലേഖനായിട്ട് വരുമ്പോ 2002 ഞാൻ മാതൃഭൂമിയിൽ സ്വന്തം ലേഖനാണ്. അതിന് മുമ്പ് എവിടെ ഉണ്ട് എന്റെ ഗുരുനാഥൻ ജനേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. കല്ലൂർ ഉണ്ണികൃഷ്ണൻ പേരിൽ ഞാൻ എവിടെയും കയറിയിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനേട്ടനെ കൊടുക്കുന്ന സമർപ്പണം. ഇത് ഞാൻ ജനേട്ടന് സമർപ്പിക്കാം. അദ്ദേഹം ഗുരുവായൂർ അമ്പലം എഴുതാനുണ്ട്. പ്രധാന സ്റ്റോറികളൊക്കെ ജനേട്ടൻ ചെയ്യും. പിന്നെ അമ്പലത്തിൽ സ്പെഷ്യൽ സാധനം. അപ്പൊ എനിക്കൊന്നും വല്ലാണ്ട് ഗുരുവായൂർ എനിക്കൊന്നും ചെയ്യാനുള്ള സാധനം. അപ്പൊ ഞാനൊന്നും മാറ്റി പിടിച്ചു. ഗുരുവായൂരിന് ചുറ്റും, അമ്പലത്തിന് ചുറ്റും, പുറമെ മറ്റ് സമീപ പ്രദേശത്തൊക്കെ സ്റ്റോറികൾ അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഞാൻ അഡ്രസ്സ് ചെയ്യപ്പെട്ടത് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആളുകളെ മനസ്സിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നൊരാളുണ്ടെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് കാരുണ്യ വാർത്തകൾ എഴുതിയിട്ടാണ്. ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഒരു പേനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് 2-3 സ്റ്റോറികൾ ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും പറയാം. ഒന്ന്, ഗുരുവായൂർ അമ്പലനടയില് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് വൈശാഖ് എന്ന് പറഞ്ഞ കുട്ടി, അവനും അമ്മയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് താഴ്ത്താണ് താമസിക്കുന്നത്. ഓഡിറ്റോറിയത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്താലേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ കുട്ടി പഠിക്കുന്നത് കണ്ടക്ഷൻ കടവിലാണ്. അപ്പൊ അവൻ ലൈറ്റിന്റെ വെളിച്ചത്തിലൊക്കെ, തെരുവെളിച്ചം അല്ലേ, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അവിടെ ഇരുന്ന കുട്ടി പഠിക്കുക. അങ്ങനെ സ്റ്റോറി ഞാൻ ചെയ്തു. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: തെരുവിന്റെ വെളിച്ചത്തിൽ വൈശാഖിന് ജീവിതപാഠം എന്നാണ് വാർത്ത. അത് ഓൾ എഡിഷൻ 1-ാം പേജിൽ കൊടുത്തു മാതൃഭൂമിയിൽ. ഈ അത് ഞാൻ പറയാം. ഇതെങ്ങനെ നമ്മൾ കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ സാധനം കൊണ്ട് വരിക. അപ്പോ ഈ സ്റ്റോറി ചെയ്ത് 1-ാം പേജിൽ എല്ലാ എഡിഷനിലും വന്നപ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നു. കണ്ടസംഘടകകാരൻ എങ്ങനെ ഇവിടെ എത്തി? ആ കുട്ടി അവർക്ക് വീടൊന്നും ഇല്ലാണ്ട് ഗുരുവായൂർ ഗുരുവായൂരല്ലേ. വീടില്ലാത്ത കുട്ടിയാണ്. ഒരു കുട്ടി അമ്മയും മകനും ഇവിടെ താമസിക്കാണ്. അച്ഛനൊന്നുമില്ല. അത് പിന്നെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ തലയ്ക്ക് ഒരു അമ്മയും മകനും ഇവിടെ കഴിയാണ്. വീടും സ്ഥലവും അത്രയും പരിതാപകരമായ അസാവ് നമ്മൾ മനസ്സിലാക്കിയപ്പോ സാധനം ചെയ്തു. ഈ സ്റ്റോറി വായിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തൃശ്ശൂർ കളക്ടർ ഓഫീസിൽ വിളിക്കണം. ഗുരുവായൂർ നിന്നൊരു വാർത്തയുണ്ട്. 24 മണിക്കൂറിലുള്ള ആ കുട്ടിയെ ആ അമ്മയെയും രക്ഷപ്പെടുത്തി അവർക്ക് വീട് ഫ്ലാറ്റ് കൊടുക്കണം. ഈ ഒരൊറ്റ വാർത്ത. എന്നിട്ട് കളക്ടർ ഓഫീസിൽ നിന്ന് തഹസിൽദാരെ വിളിച്ചു. തഹസിൽദാരും എല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർ വന്ന് എല്ലാം കോണ്ടാക്ട് വിളിച്ചിട്ടു ഞങ്ങളിവരെ കണ്ടെത്തുക. അവരെ അവിടെ നിന്ന് ഉച്ചയോട് കൂടിയിട്ട്, അതായത് വാർത്ത വന്ന് പിറ്റേ ദിവസമാണ്. വാർത്ത വന്ന അന്നാണ്. അപ്പൊ അവര് കണ്ടക്ഷൻ കടവിൽ, എന്നാ കുട്ടി കണ്ടക്ഷൻ കടവ് സ്കൂളിൽ പഠിക്കുന്നത്, അവിടുത്തെ കുറച്ച് ആളുകളെ ബന്ധപ്പെട്ട് അവിടെ ഒരു ഫ്ലാറ്റ്, തഹസിൽദാർ ഒരു ഫ്ലാറ്റ് കണ്ടെത്തി അവരവിടെ താമസിക്കുകയാണ്. ഒരു തെരുവിൽ കിടക്കുന്ന ഒരാള് ആ കുട്ടിയുടെ ജീവിതം ഒറ്റ വാർത്തയോട് മാറി. അവിടെ ആ കുട്ടിക്ക് ഫർണിച്ചർ, ഗ്യാസ്, സിലിണ്ടർ എല്ലാം പല ആളുകളും പഠിക്കാൻ മേശ, പല ആളുകൾ സ്പോൺസർ ചെയ്യണം ആ സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറി ചെയ്തതിന് ശേഷം എനിക്ക് കുറേ
അംഗീകാരങ്ങളും ആദരവുകളും ഗുരുവായൂരത്തെ ഒരുവിധ സംഘടനകളും എന്നെ വിളിച്ച് ആദരിച്ചു. അതിൽ ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ മാനേജിങ് എഡിറ്റർ, ഇപ്പൊ ചെയർമാനും കൂടി അദ്ദേഹം PV ചന്ദ്രൻ സാറ് ഗുരുവായൂർ വന്നു. അദ്ദേഹം എനിക്കൊരു കത്തയച്ചു, ഈ സ്റ്റോറി നന്നായി, മാതൃഭൂമിക്ക് വലിയ ഒരു ഗുണം ചെയ്തൊരു വാർത്ത എന്ന് പറഞ്ഞിട്ട്. അതിന് ഞാനത് ഓഫീസിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഞാനൊരു സാധാരണ ലേഖകൻ, അദ്ദേഹം മാതൃഭൂമിയുടെ മെയിൻ എഡിറ്റർ, മാനേജിങ് എഡിറ്റർ. അതൊരു കത്തയക്കുന്ന ചെറിയ കാര്യമില്ല, അത് ഞാൻ വിചാരിക്കണ്ടാ, ഏറ്റവും വലിയൊരു വലിയ അംഗീകാരം. അതാണ് ഗുരുവായൂർ പല സംഘടനകൾ എന്നെ ആദരിക്കും, അത് വലിയ പ്ലസ് ആയിട്ട് കാണും. പിന്നെ രണ്ട് വാർത്ത കൂടി പറയാനുണ്ട്. മറ്റൊന്ന് ചൂരപ്പുറത്ത് ഒരു സ്ത്രീയുടെ, റുക്കിയ എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീയുടെ പരിതാപകരമായ അവസ്ഥ ചെയ്തു. അത് വായിച്ചിട്ട് ആ ഫാമിലിക്ക് 1 കോടി രൂപ കിട്ടിയത്. 1 കോടി രൂപ. അതെങ്ങനെ വെച്ചാല് ഈ കുട്ടികൾ LF സ്കൂളിൽ പഠിക്കുന്നത്. ഈ കഥ വേണമെങ്കിൽ ഈ കുട്ടികൾ LF സ്കൂളിൽ പഠിക്കുന്നത്, അതായത് ഈ റുക്കിയയുടെ കുട്ടികൾ. അപ്പോ അവിടുത്തെ PTA പ്രസിഡന്റ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഓഫീസിൽ വരികയാണ്. റുക്കിയയുടെ ഒരു ഫോട്ടോ ആയിട്ട് ഈ ചികിത്സാ സഹായം കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് ക്യാൻസറാണ്. ചോദിച്ചു മക്കളൊക്കെ എത്ര കുട്ടികളൊക്കെ, എത്ര പേരെ ചോദിച്ചു. അവർ മൂത്ത കുട്ടി 7ാം ക്ലാസ്, രണ്ടാമത്തെ കുട്ടി 5ാം ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ് 2ാം ക്ലാസ്, 4ാമത്തെ കുട്ടി LKG. പൊട്ടിക്കുട്ടികളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്കൊന്ന് വരാം, ഒന്ന് കാണാൻ, അമ്മയെ കാണാൻ. കാരണം ഈ ചെറിയ കുട്ടികൾ അവർ സ്ത്രീ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കും, ബോധമുണ്ട്, അനങ്ങാനും പറ്റില്ല. ഞാൻ ചെന്നു വിട്ടാ ചോദിപ്പുറത്ത് റുക്കിയാന്നുള്ളത്. ആ സ്ത്രീ ഇങ്ങനെ കിടക്കണം. അപ്പം ഞാൻ എന്നെ കൊണ്ടുപോയ ആളോട് പറഞ്ഞേ, ഈ കുട്ടികൾ 4 മണി ക്ലാസ് വിട്ട് വരില്ലേ, അപ്പം ഞാൻ വരാം. കാരണം കുട്ടികൾ വീട്ടിലേക്ക് വരിക എന്ത് പറഞ്ഞിട്ടാ, അമ്മയെന്ന് വിളിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഉമ്മാന്ന് വിളിച്ചിട്ട് വരിക. ആ കാഴ്ച ഒന്ന് കാണണം. ഈ കുട്ടികൾ ഓടി വന്നിട്ട് ഉമ്മ ചുറ്റി ഉമ്മ ഇങ്ങനെ കിടക്കുക, കണ്ണിങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ക്യാൻസറിന്റെ അത്രയും അവസ്ഥയിലെത്തി. അത് ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് അയാൾ, ഞാൻ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു, അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും പോസ് ചെയ്യിക്കണ്ട, കണ്ട കാഴ്ച അതേപോലെ പകർത്താം. അത് കൊടുത്തു. അത് മാതൃഭൂമിയിൽ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ ആ ഫാമിലിക്ക് 1 കോടി രൂപ കിട്ടി. അതായത് ഈ വാർത്ത കണ്ടിട്ട് 1 കോടി രൂപ കിട്ടി. അത് ഒരാളാണ്, പല ആളുകൾ. പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടായിരുന്നു. പൈസ എങ്ങനെ 50,000 25,000 ഗൾഫിൽ പൈസ ആ ബാങ്കിൽ 1 കോടി. എന്നിട്ട് ഈ 4 മക്കളും പേരില് 25 ലക്ഷം. അപ്പോൾ സ്ത്രീ മരിച്ചു. 25 ലക്ഷം രൂപ വെച്ചിട്ട് 4 കുട്ടികളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. മെച്ചൂർ ആയി കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇത് നടക്കുന്നത് ഏത് കാലത്താ? ഇത് ഒരു 10 വർഷമൊക്കെ. 10 വർഷം. അന്ന് ഈ സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലം, അധികം വ്യാപകമല്ലാത്ത കാലം. നന്മമരങ്ങളൊന്നും ഇപ്പൊ ഒരു വാർത്തക്ക് ഞെട്ട അതൊന്നും ഇല്ലാത്ത. അതും ഇന്നത്തെ കാലത്ത് പോലും 1 കോടിയൊക്കെ കിട്ടണമെങ്കിൽ. എന്നിട്ട് അത് വേറെ പ്രത്യേകമുണ്ട്. ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ, തൃശ്ശൂരത്തെ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ, അദ്ദേഹം ഒരു പുസ്തകം ഇറക്കില്ലായിരുന്നു പടത്ത്. ഒരു പത്രപ്രവർത്തകന്റെ പണിപ്പുര എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒരു വാർത്ത എങ്ങനെ രൂപപ്പെടുന്നു, അതിനൊക്കെ ഒരു വിശദമായ ഒരു പഠനമാണ്. അതിലൊരു അധ്യായം ഈ വാർത്തയാണ്. ഒരു വാർത്തയ്ക്ക് 1 കോടി രൂപ എന്നാണ് അധ്യായം. എന്റെ പേരൊക്കെ വെച്ചിട്ട് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു അംഗീകാരം. പുസ്തകത്തിൽ നമ്മുടെ പേര് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രപ്രവർത്തകർക്കുള്ള ഒരു പാടാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, ഈ ഒരു വാർത്ത ഒരു 10 സെന്റിമീറ്ററിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു വാർത്ത, ഒരു കാരുണ്യ സഹായത്തിന്റെ സ്പേസ് 8 10 സെന്റിമീറ്റർ ഒതുങ്ങേണ്ടിയിരുന്ന വാർത്ത ഞാൻ അവിടെ പോയിട്ട് ചെയ്തപ്പോൾ ഇത് വലിയ വാർത്തയാ. കുടുംബം രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ മാതൃഭൂമിയുടെ പല ക്ലാസ്സുകളിലും സബ് എഡിറ്റേഴ്സ് ക്ലാസ്സിലൊക്കെ ഈ അപ്പോൾ പഠന വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാര്യം 3 എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം ഗുരുവായൂർ ഒരു ഗുരുവായൂർ ഒരു വീടില്ലാത്തവർക്ക് വീട് ഒരുക്കി കൊടുത്തു. ഇത് ചികിത്സാ സഹായം അല്ലെങ്കിൽ ആ കുടുംബത്തെ സാമ്പത്തികമായി രക്ഷപ്പെടുത്തി. മറ്റൊന്ന്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. വാർത്ത എഴുതിയിട്ട് കുടുംബം വീട് കിട്ടുകയും ചികിത്സാ സഹായം കിട്ടുന്ന കാര്യം പുതുമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അത് എന്നെ വല്ലാണ്ട് ഉലച്ചൊരു കാര്യമാണ്. അതായത് 20 വർഷമായിട്ട് വേർപെട്ടൊരു ബന്ധം, കുടുംബ ബന്ധത്തെ ഒന്നിപ്പിക്കാൻ ഒരു വാർത്ത കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ചാവക്കാട് ലേഖനായിരുന്നു. ചാവക്കാട് ഒരാൾ 70 വയസ്സായ ആള് കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ട് കടലിൽ ചാടുക. 70 വയസ്സായി. അപ്പൊ ഞാന് പല പത്രങ്ങളിലും വാർത്ത വന്നു, വയോധികൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, 70 വയസ്സായ ആൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്?
എനിക്കൊന്ന് അയാളെ കാണാൻ തോന്നി. ഞാൻ ചാവക്കാട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ചാവക്കാട് ഹോസ്പിറ്റലാണ്, താലൂക്ക് ആശുപത്രി. അപ്പോൾ ഞാൻ നേഴ്സിനോട് ചോദിച്ചു, ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ വെച്ചാൽ പേഷ്യൻ്റ് അതായിരിക്കണം ചോദിച്ചാൽ എന്തിനാണ് ചോദിച്ചു. അത് കാണാനാണ്. അയാളൊക്കെ ചൂടായിട്ടിരിക്കണ്ടോ, നിങ്ങളെ പത്രത്തിലൊക്കെ പലതും എഴുതിയിട്ട് അയാൾ ചൂടായിരിക്കും. അല്ലെ ഞാൻ കൊടുത്തില്ല, ഒന്ന് കണ്ടൂടെ. ഞാൻ ചെന്നു. അപ്പോൾ കൊമ്പ മീശ വെച്ചിട്ടേ ഒരു ആചാര് പോകും മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക. കണ്ടവന് പേടിയോ. ഞാൻ ചോദിച്ചു, ഞാൻ പത്രത്തിൽ നിന്നാണ്. അയാളെ ഷൗട്ടായി, എന്ത് പത്രം, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, നിങ്ങൾ പല പത്രം ഞാൻ ആത്മഹത്യ തന്നോട് ആരാ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഞാനും എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി, നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചു. ചൂടായി, ഘട്ടോട്ട് അടിച്ചെന്നോട്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞേ, കൈ പിടിച്ചിട്ടേ, ഞാൻ പത്രക്കാരൻ എന്നൊക്കെ പോട്ടെ, എന്നൊരു മകനായി കണ്ടുകൂടെ വെച്ചു. മകൻ വിശേഷം അറിയാൻ വേണ്ടി ഒരു മകനായി എന്നെ കണ്ടുകൂടെ. അയാളൊന്ന് കണ്ണു പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇയാളെ സ്റ്റോറി എടുത്തിട്ട് ഞാൻ പോരുള്ളൂ ഞാൻ വിചാരിച്ചിട്ട് ചെന്നില്ല അയാളെ. അപ്പൊ അയാള് പറഞ്ഞേ, ഞാൻ എന്താ സംഭവിച്ചാലേ, ഞാൻ കൊല്ലം സ്വദേശിയാണ്, കൊല്ലക്കാരനാ, നമ്മുടെ നാട്ടുകാരനല്ല, കൊല്ലം. ഞാൻ പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് മദ്യപാനമൊക്കെ ആയതുകൊണ്ട് ഒഴിവാക്കി, പെൻഷനൊന്നുമില്ല, ഒഴിവാക്കി. പിന്നെ വീട്ടിൽ വലിയ പ്രശ്നം, കുടുംബ പ്രശ്നം കൂടി, ഭാര്യനായിട്ടും മക്കളായിട്ടും ഉടക്കി. ഞാൻ പട്ടാളക്കാരനല്ലേ, എനിക്ക് ദുരഭിമാനമായി. ഞാൻ അവിടുന്ന് വീട് വിട്ടിറങ്ങി. പല അമ്പലങ്ങളിലും, കേരളത്തിൽ പോകാത്ത അമ്പലങ്ങളിൽ അവിടെയൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ഇരക്കുന്ന രീതിയിലാണ്. കൊടുങ്ങല്ലൂർ അമ്പലം, ഗുരുവായൂർ കുറേ കിടന്നു. അവസാനം വയ്യാണ്ടായിട്ട് ആരോഗ്യ പ്രശ്നമായിട്ട് ഞാൻ സത്യം പറയണം, ഞാൻ ബ്ലേഡ് മുറിച്ച് ആത്മഹത്യ ശ്രമിച്ചു തന്നെയാണ്. നിങ്ങളെ എഴുതിയൊക്കെ ശരി തന്നെയാണ്. അതായത് ജീവിതം എടുത്തു. അപ്പം ഞാൻ ചോദിച്ചേ, ഇത്ര 70 വയസ്സായി, കുടുംബ പ്രശ്നമില്ലാത്ത പല വീടുകളും ഉണ്ടാവും, നിങ്ങൾക്ക് അങ്ങോട്ട് പോവല്ലേ നല്ലത്, വീട്ടിലേക്ക് തിരിച്ചു പോവല്ലേ നല്ലത്. ആ വീട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ തർക്കമൊക്കെ മറന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അങ്ങോട്ട് പോവല്ലേ. ഈ കാരണം ഇത്രയും വയസ്സായ ഒരാളെ. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ പോവില്ല. ചോദിച്ചേ, ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പോണോ? നിങ്ങൾ 70 വയസ്സ് കഴിഞ്ഞു, ഇനി എവിടെയെങ്കിലും കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആരും നോക്കാണ്ടാവില്ല. നിങ്ങൾക്ക് പോകണമെങ്കിൽ എനിക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ ചോദിച്ചു. ഞാനൊരു വാർത്ത കൊടുക്കാം. ഈ വാർത്ത കൊടുത്തിട്ട് വാർത്ത വായിച്ചിട്ട് നിങ്ങളോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ അവര് ഇങ്ങോട്ട് വരും. ആള് പറഞ്ഞെന്തറിയോ, ഒതുക്കി ഞാൻ. ആള് പറഞ്ഞെന്തറിയോ, എഴുതാൻ എഴുതിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയാം, അതൊന്നുമില്ല. ഞാൻ വാർത്ത എഴുതി, നാടിനെ കാത്ത ജവാൻ ആരും കാക്കാറില്ലാതെ ആശുപത്രി കിടക്കുകയും അവശനായി കഴിയുന്നു, ഏകനായി കഴിയുന്നു വാർത്ത. അത് കൊല്ലത്തൊക്കെ നന്നായി വന്നു, ഓൾറെഡി നന്നായി വന്നു. ഒരു വാർത്തയല്ലേ, ഒരു മിസ്സിംഗ് കേസാണ്. ഈ വാർത്ത വന്നിട്ട് എന്നെ 10 മണിക്ക്, അന്ന് ചാവക്കാട് CI B കൃഷ്ണകുമാർ സാറാ, അന്നിപ്പോ റൂറൽ എസ്പെക്ട് ആണ്, അദ്ദേഹം വിളിക്കുക, ഉണ്ണീഷ എന്ന് ചെയ്ത വാർത്തയുണ്ടല്ലോ, വലിയ സംഭവമായി. എന്തേ, അവരതാ വരുന്നു. ഏത് ഇയാളുടെ വീട്ടുകാര്, ഭാര്യയും മക്കളും എല്ലാവരും കൂടി വാർത്ത കണ്ടു. ഞാൻ സാറിനോട് ചോദിച്ചു, CIയോട് ചോദിച്ചു, എങ്ങനെ അത് കൊല്ലം CI എന്നെ വിളിച്ചു. ആ പരാതി, മിസ്സിംഗ് കേസിന് പരാതി അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, എവിടെ കാണാനോ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ അങ്ങനെ ഒഴിവാക്കി വിട്ടതൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞത്. മുന്നേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും. വാർത്ത വായിച്ചിട്ട് അവര് 2 മണിക്ക് ഇതാ കാറ് എത്തുവിടെ, കാറ് വിളിച്ചിട്ട് ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഇതാ വരുന്നത്. ഉണ്ണി ചെയ്ത കാര്യം വലിയ പുണ്യാണ്, ഉണ്ണിയെന്നാണ്. അപ്പം ഞാൻ 2 മണിയാകുമ്പോഴത്തേന് വരുന്നു പറഞ്ഞു. ഞാൻ ഫോട്ടോഗ്രാഫറും കൂടി ചെന്ന്, അവർക്ക് ഭയങ്കര ഇമോഷണലായിട്ടാക്കണം, ഭാര്യയൊക്കെ വരില്ലേ. അപ്പോൾ സന്തോഷമായി വെച്ചു. അപ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഈ കാറ് വന്നിട്ട് ഈ ഭാര്യയും മക്കളും ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കാം. ഇയാളെ തലേദിവസം എന്നോട് ചൂടായിട്ട് ഗെറ്റ് ഔട്ട് അടിച്ച ആള്, അയാള് ഭയങ്കര ഇതില്ലേ, കരുത്തില്ലാത്ത ഒരാള്, ഭാര്യനെ കെട്ടിപ്പിടിച്ചു കരയിൽ. ഭയങ്കര സീനാ. ഈ കൊമ്പമീശ അവിടെ ഒന്നുമല്ല, ഇയാൾ ഒരു പട്ടാളക്കാരും അല്ലേ, സാധാരണ മനുഷ്യൻ. അയാള് നിന്നിട്ട് ഈ ഭാര്യയില്ലേ, ചേട്ടാ എന്താ ക്ഷീണി, എന്താ ചെയ്ത്, എന്താ എവിടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു.
എന്നിട്ട് ആ ഭാര്യയില്ലേ, ആ ചേച്ചി, ഇയാളുടെ വൈഫ്, അയാള് CAയുടെ കാക്ക കുമ്പലോ, നമസ്കാരം സാറേ, നന്ദിയുണ്ട് സാറേ. അപ്പൊ CA പറയാ എന്നോടല്ല അപ്പൊ സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞേ, നീ നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കോളാം, ഞാനൊരു ഫോട്ടോ എടുക്കും, നിങ്ങൾ ഷർട്ട് ഇട്ട് കൊണ്ടുപോകുന്നൊരു ഫോട്ടോ എടുക്കും, കാരണം നമ്മളൊരു ഫോളോപ്പ് അല്ലേ. അവിടെ എന്നിട്ട് ഭാര്യയും ഈ ഭാര്യയും ഭർത്താവ് ഉണ്ടല്ലോ കാറിന്റെ ബാക്കിൽ ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞിട്ട് മധുവിധ ഇങ്ങനെ കെട്ടി ചേർന്നെടുത്തിട്ടേ ഇങ്ങനെ. ഞാൻ ആ ചില്ല് താഴത്തിൽ ഞാൻ പറഞ്ഞേ, ഇനി ഇദ്ദേഹത്തെ പറഞ്ഞേക്കരുത് കേട്ടോ, ഇനി ഞാൻ പോവില്ല സാറേ, ഇനി പോവില്ല. എന്നിട്ട് മകന് ഞാൻ നമ്പർ കൊടുത്തു. അന്ന് മൊബൈൽ നമ്പർ ഒന്നും ഇല്ലല്ലോ, എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണാ. നമ്പർ കൊടുത്തിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. അയാളുടെ പേര് വേണുഗോപാൽ എന്നാട്ടായി, പട്ടാളക്കാരൻ. വിളിക്കണം, ഉണ്ണി സാറല്ലേ? അതെ, ഞാൻ അന്ന് ഒരു വാർത്ത കൊടുത്തില്ലേ, വേണുഗോപാൽ പട്ടാളം. അതെ, അതിൻ്റെ മകനെ. എന്തെങ്കിലും വിശേഷം? അച്ഛനൊക്കെ സുഖമായിരിക്കുന്നത്. അച്ഛൻ മരിച്ചു. അച്ഛൻ സൈലൻ്റായി, അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞേ, എന്തായാലും ഒരു കൊല്ലം അച്ഛനെ അതൊരു വല്ലാത്ത ഒരു എന്നെ വിലച്ച സാധനമാണ്. കാരണം ഒരു കുടുംബത്തിന് വീടും ചികിത്സഹായം കിട്ടും സർവ്വസാധാരണമായ വാർത്തയാണ്. പക്ഷേ 20 കൊല്ലം ആയിട്ട് അകന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തെ ഒരുപക്ഷെ മരിച്ചാൽ പോലും കാണാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസിന് പോലും പറ്റാത്തൊരു കാര്യം നമ്മളെ ഒറ്റ വാർത്ത കൊണ്ട് കുടുംബ ബന്ധത്തെ ഒന്നിപ്പിച്ചു. ഒരു വാർത്ത, ഈ 3 വാർത്ത. ഈ മാതൃഭൂമിയുടെ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, പത്രത്തോടൊപ്പം പ്രചരിക്കുന്ന സംസ്കാരം എന്നോ അല്ലെ? ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ? ഇത് ഒരു പക്ഷെ ഞാൻ മറ്റു കുറ്റങ്ങൾ പറയല്ല, ഇത്രയും കാരുണ്യ വാർത്തകൾ മാതൃഭൂമിയിൽ വന്നാലേ അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നു തിരിച്ചറിയുന്ന ആളെ ഞാൻ ഒരു മറ്റു പത്രത്തിൽ ഞാൻ കാണിച്ചാല് പല എൻ്റെ അനുഭവങ്ങളാണ്. പല വാർത്തകളും ചെയ്തിട്ട് സഡൻ ആക്സിഡന്റ് ഉണ്ടാവും. കാരണം ഇത് അവിടെ ഡെസ്കിൽ ഇരിക്കുന്നവർക്കും തോന്നണ്ടല്ലേ അതൊന്ന്. പിന്നെ മാത്രമല്ല ഈ വാർത്ത അയച്ചുകൊണ്ട് പോരാ, ഇത് എങ്ങനെ കൊടുക്കണം തീരുമാനിക്കുന്നത് അവിടെ പറഞ്ഞത് അവർക്ക്. അവർക്കും തോന്നണല്ലോ ഇത് സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കണോ ഡിസ്ട്രിക്ട് ലെവലിൽ കൊടുക്കണോ എന്നൊക്കെ. അത് വാർത്ത അതിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് അവര് കൊടുക്കണം. വെറുതെ നമ്മള് അയച്ചുകൊണ്ട് കാര്യമില്ല. അത് അവിടെയുള്ള ആളുകളുടെ. ഇതെങ്ങനെയാ ഈ മാതൃഭൂമി കുടുംബത്തിൽ എത്തിപ്പെട്ടെ? ഞാൻ എന്തെങ്കിലും ജോലി എന്ന നിലയ്ക്ക് മാതൃഭൂമിയിൽ വന്നതല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാകണമെന്ന് ഉദ്ദേശിച്ച് വന്നത്. പഠിച്ചതും ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ BA എക്കണോമിക്സിന് പഠിച്ചതാണ്. അവിടെ തന്നെ MA എക്കണോമിക്സിൽ എനിക്ക് കിട്ടി, ഞാൻ ചേർന്നു. പക്ഷെ എന്റെ തലയിൽ അക്കാഡമിക് ആയിട്ടുള്ള കോഴ്സ് ഒന്നുമല്ല. എന്റെ തലയിൽ എന്താ അറിയോ, ഈ എഴുത്ത്, ആകാശവാണി, വാർത്ത, ഇതൊക്കെയാണ്. ആകാശവാണി എന്റെ ഒരു ഭ്രാന്ത് പിടിപ്പിച്ചത്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് മീഡിയ ട്രെയിനിങ് കോഴ്സ്, സർക്കാരിന്റെ കോഴ്സ് ആയിരുന്നു, പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ. അത് പ്രിന്റിംഗ് മാത്രമല്ല, വിഷ്വലും ഓഡിയോ ഒരു 1 ഇയർ കോഴ്സ് ആയിരുന്നു, ജേർണലിസം കോഴ്സ്. അത് എനിക്കൊരു വഴി വെട്ടി തന്ന കോഴ്സാ. അത് എന്താ പറയാ, ഒരു ആവേശം ഉണ്ടാക്കിയത്. കാരണം ഞാൻ ആരാധിക്കുന്ന ആളുകളൊക്കെ എനിക്ക് ക്ലാസ് എടുക്കാൻ വരിക. ആരെന്നറിയോ? ആകാശവാണി CP രാജശേഖർ സാറ്, KM നരേന്ദ്രൻ, പിന്നെ പത്രലോകത്തെ തന്നെ വലിയ വലിയ ആളുകളൊക്കെ വന്ന് ക്ലാസ് എടുക്കുകയും ആകാശവാണി പ്രോഗ്രാം നമുക്കും കൂടി ചെയ്യിക്കുകയും ഒരു വാർത്ത ഉണ്ടാക്കുകയും പത്രം നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അതൊരു ആവേശമായ കോഴ്സാണ്. അങ്ങനെ ഞാൻ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എത്തിയത് മലയാള മനോരമയിലാണ് ഇന്റേൺഷിപ്പായിട്ട്. ഒരു 2 മാസം തൃശ്ശൂർ ബ്യൂറോയിൽ 2 മാസം. നമുക്ക് വലിയ വലിയ ആളുകളായിരുന്നു, നമുക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയാത്തൊരു കാലമാണ്. അവിടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ആദ്യമായിട്ട് ഒരു പത്രത്തിൽ ജോലി ചെയ്ത് ചന്ദ്രിക പത്രത്തിലാണ്, തൃശ്ശൂർ ചന്ദ്രിക പത്രത്തിൽ. അവിടെ ഞാൻ PMA റസാഖ് എന്ന് പറഞ്ഞിട്ട് ബ്യൂറോ ചീഫിന്റെ കീഴിലാണ് ഞാൻ ജോലി ചെയ്തത്. ഒരു 8 മാസം. പക്ഷെ പൈസ ഒക്കെ സാമ്പത്തിക പ്രശ്നമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പാരലൽ കോളേജിൽ ഒരു അധ്യാപകൻ, പഠിച്ചത് എക്കണോമിക്സ് ആണ്. പക്ഷെ SSLC ഫെയിൽഡ് ബാച്ചിൽ ഞാൻ എടുത്തത് ഹിസ്റ്ററിയും മലയാളമായിരുന്നു. എൻ്റെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്. എനിക്ക് എക്കണോമിക്സ് നമുക്ക് താല്പര്യമില്ല, നമുക്ക് എഴുത്തും മലയാളത്തിൽ. ക്ലാസ് എടുത്ത് ഞാൻ നല്ല ആവേശ ക്ലാസ് എടുത്തു. അപ്പം അതോടൊപ്പം കുറേശ്ശെ എഴുതാനും തുടങ്ങി, കുറേ എഴുത്ത്. അപ്പം ഈ ചന്ദ്രികയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് CR രാജഗോപാലിനെ അറിയും, ഡോക്ടർ CR, നമ്മുടെ കേരള കോളേജിലെ നമ്മുടെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, മാസിക
കേരളീയരുടെ നാട്ടറിവ് എന്ന് പറഞ്ഞിട്ട് ആ പത്രാധിപ സമിതിയിൽ ഞാൻ കയറിക്കൂടി. അപ്പൊ അതില് അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു വഴിയിലേക്ക് വന്നു. പിന്നെ സൺഡേസിൽ ദേശാഭിമാനി, മാധ്യമം, കുടുംബ മാധ്യമം, ഇപ്പൊ എല്ലാം ഇരിക്കുമ്പോ തന്നെ ഇതിലൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അന്നും ഞാൻ മാതൃഭൂമിയിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ അപ്പൊ ഞാനൊരു ആവേശമായി. ഒരിക്കൽ ദേശാഭിമാനി, ചന്ദ്രിക, മംഗളം ഇതിലൊക്കെ എന്റെ സ്റ്റോറി വന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹമായിരുന്നു മാതൃഭൂമിയിൽ വരണം. എളുപ്പമല്ല അത്. അപ്പൊ അന്ന് ചീരങ്ങളൊക്കെ, കുന്നംകുളം ചീരങ്ങളൊക്കെ പൂരണ്ട്. അവിടെ ആദിവാസികൾ, നമ്മുടെ സബ്ജക്റ്റല്ല ഫോക്ലോർ, അവിടെ ആദിവാസികൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഈ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയുടെ അടുത്ത് തീയിടും. ആ തീയിട്ടിട്ട് ഇങ്ങനെ ചുറ്റും ഡാൻസ്, അത് ഞങ്ങളുടെ ഒരു ആചാരം. അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും വെച്ചു. തീയുണ്ടെന്ന് പറഞ്ഞു. തീയൊക്കെ ഇട്ട് തരാം. എന്നിട്ട് അന്ന് സിനിമാ പോസ്റ്റൊക്കെ ചീന്തി, കുറുക്കമ്പാറിലും അതിൻ്റെ അവിടെ സിനിമ പോസ്റ്റർ ഒക്കെ ചീന്തി കത്തിക്കാൻ വേണ്ടിട്ട് കത്തിച്ച് നല്ല ഫോട്ടോ കവർ എടുത്ത് അതിന്റെ ചുറ്റും അവരൊക്കെ ഡാൻസ് ആടി നല്ല ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞാൻ മാതൃഭൂമിക്കടെ അയച്ചു. സൺഡേ സപ്ലിമെന്റ് കോഴിക്കോട്ടേക്ക് വരാത്ത പതിപ്പ്, പത്രാധിപർ മാതൃഭൂമി വരാത്ത പതിപ്പ് കോഴിക്കോട് കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് കത്ത് വരിക, താങ്കളുടെ ലേഖനം കിട്ടി, ഇത് ഉപയോഗിക്കുന്നു എന്നാണ്. അല്ല വലിയ സന്തോഷല്ലേ, മാതൃഭൂമി വരുന്നത്. ഞാൻ മാതൃഭൂമി യാതൊരു ബന്ധമില്ല വന്നിട്ടാ ആ സാധനം വന്നു. പിന്നെ മാതൃഭൂമിയിൽ 5 സൺഡേസിൽ 5 സ്റ്റോറി ഞാൻ ചെയ്തു. അതിൽ ഏറ്റവും അതായത് ഈ മാതൃഭൂമിയിൽ കയറുന്നതിനൊക്കെ പിന്നെ കയറിയിട്ടും ചെയ്തിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ എല്ലക്കോട് ക്ലാസ് എടുക്കുമ്പോഴേ എടുക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ ഒരു പരസ്യം ഉണ്ടായി. ഗുരുവായൂർ വിശേഷ മാസികയിലേക്ക്, ഗുരുവായൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആധ്യാത്മിക മാസികയായ ഗുരുവായൂർ വിശേഷത്തിലേക്ക് ക്ലർക്കിന് ആവശ്യമുള്ളതാണ്. ബ്രാക്കറ്റിൽ ജേർണലിസം കഴിവുകൾക്ക് മുൻഗണന. അതിലാണ് ഞാൻ ഉടക്കിയത്. അപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് ഞാനത് നേരിട്ട് അപ്പോൾ പടിഞ്ഞാറ് നാട്ടിലെ ആശീർവാദ ബിൽഡിംഗാണ് ചെല്ലാൻ പറഞ്ഞത്. ഞാനവിടെ വന്നു. അപ്പം അന്ന് ഈ വിശേഷ മാസിക നടത്തിയിരുന്നത് ജയനേട്ടനാ, മാതൃഭൂമിയുടെ അദ്ദേഹമാണ് എൻ്റെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പം അദ്ദേഹം ഒരു വാർത്ത എഴുതിക്കൊണ്ടിരിക്കണം. അന്ന് ട്രെയിൻ തട്ടിയിട്ട് ഒരാൾ മരിച്ചു, ആ വാർത്ത എഴുതിക്കൊണ്ടിരിക്കണം. അപ്പം ഇന്റർവ്യൂ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈ വാർത്ത ഒന്ന് എഴുതി നോക്കണോ? ഞാൻ എഴുതി, ഞാൻ വേഗം എഴുതി കൊടുത്തു. നന്നായിട്ടോ, നാളെ മുതൽ പോന്നോളാം. ഒരു പിറ്റേ ദിവസം പത്രത്തിൽ ഈ വാർത്ത വന്നു. അങ്ങനെയാണ് തുടക്കം. ആ സമയത്താണ് ആകാശവാണിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആകാശവാണിയിൽ ട്രെയിനീസിനെ താൽക്കാലിക അനൗൺസേഴ്സ്, ആകാശവാണി പ്രാന്ത് വിട്ടിട്ടില്ല. ആകാശവാണിയിൽ താൽക്കാലിക അനൗൺസേഴ്സിനെയും കാഷ്വൽ അനൗൺസേഴ്സിനെയും പ്രോഗ്രാം അസിസ്റ്റന്റിനെയും ആവശ്യമുള്ളത് അല്ല എടുക്കുന്ന പോസ്റ്റിംഗ് റിക്വയർമെന്റ് ഞാൻ അപേക്ഷിച്ച് എന്നെ വിളിച്ചു, ഇന്റർവ്യൂ നടത്തി. അഭിരുചി പരീക്ഷ ഒക്കെ ഉണ്ടായി. അഭിരുചി പരീക്ഷ കഴിഞ്ഞിട്ട് ശബ്ദ പരിശോധന നമ്മള് റൂമിലിരുത്തും. എന്നിട്ട് പറയിപ്പിക്കും ആകാശവാണി തൃശ്ശൂർ ചലച്ചിത്രകാരങ്ങൾ ഞാൻ പറയും. അപ്പൊ അനൗൺസറും പ്രോഗ്രാം അസിസ്റ്റന്റും ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് പ്രോഗ്രാം അസിസ്റ്റന്റ് ഏതിലാന്നറിയോ? വയലും വീടും പരിപാടി. അതില് കിട്ടി. അതില് വയലും വീടും. അപ്പൊ ജനേട്ടന്റെ ആഴ്ചയിൽ 3 ദിവസം തൃശ്ശൂർ ആകാശവാണി പോണം. ബാക്കി ദിവസം ജനേട്ടൻ എടുത്ത് സഹായിട്ട്. മാതൃഭൂമിയിലല്ല, ഗുരുവായൂർ വിശേഷത്തിലാണെങ്കിൽ പോലും മാതൃഭൂമിയുടെ വാർത്ത അങ്ങനെ. ഞാനെന്നിട്ട് ജനേട്ടൻ്റെ അടുത്ത് വരുമ്പോ വാർത്ത എഴുതി 6:50 ഞാൻ അപ്പ ചാടും. എന്നറിയോ, പടിഞ്ഞാറ് നടയിൽ സഹദേവന്റെ കടയിൽ റേഡിയോ ഉണ്ട്. ചായക്കടല്ല, ഒരു അലൂമിനിയം പാത്രക്കട. ഞാൻ ചെന്നുകൊണ്ട് 6:50 ഓൺ ചെയ്യും. എന്തിനറിയോ? എന്റെ ശബ്ദം അവിടെ തലേന്ന് ഞാൻ ആകാശവാണിയിൽ വരാൻ തുടങ്ങി. ആകാശവാണിയിൽ ശബ്ദം വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട വയലും വീട് സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ആദ്യം ഒരു പ്രഭാഷണമാണ്. മണ്ണത്തി ഹോർട്ടിക്കൾച്ചർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അങ്ങനെ ഒരു സാധനം, ഈ വാഴയിലെ കൂമ്പുരോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. അങ്ങനെ പറയും. ഇനി ഒരു കാലം ഇതൊക്കെ അനൗൺസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. അങ്ങനെ എന്ന് പോയിട്ട് പിന്നെ ജനേട്ടനും കേൾക്കാൻ പോയി. ജനേട്ടന് അതൊക്കെ ഒരു അനുഭവമല്ലേ. എന്നിട്ട് ആകാശവാണി പോയിട്ട് ഞാൻ 5 ഫീച്ചർ ചെയ്തു. എവിടെ ഫീച്ചർ ഫോക്ലോറെ പറ്റി, ഒരു ചെറുതുലിയാട്ടം, തൂയിലോണത്ത് പാട്ട്,
കടല്, തൃശ്ശൂരിനെ കുറിച്ചിട്ട്, മഴയെ കുറിച്ചിട്ട് 5 ഫീച്ചർ അതിൽ ആദ്യത്തെ ഫീച്ചർ ഡൽഹിയിലേക്ക് പ്രസാർ ഭാരതിയുടെ മത്സരത്തിന് അയച്ചു. കിട്ടിയില്ല എങ്കിൽ പോലും തങ്കമണി അയച്ചും എം തങ്കമണിയില്ലേ, എം തങ്കമണിയും KR ചാളിയാണ് അത് അനൗൺസ് ചെയ്ത് നെറേറ്റ് ചെയ്ത്. അപ്പൊ അത് ഒരു വലിയ അനുഭവം എനിക്കത് 5 ഫീച്ചർ വരുന്നുള്ള. അതിനുശേഷം വയലും വീടും പരിപാടിയിൽ ഞങ്ങളുടെ ഹെഡ് വേണു സാറായിരുന്നു. നല്ല അദ്ദേഹത്തിന് പ്രോത്സാഹനം ചെയ്തതല്ല. അപ്പം ഞാൻ പറഞ്ഞേ ഇത് എന്നും ഒരു അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ പരിപാടി ഗാനം, എല്ലാം വയലും വീട്ടിൽ അവസാനം കണ്ട ഇനിയൊരു ഗാനം, അത് ഈ ഫോക്കായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്, ഈ കാർഷിക ആയിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഞാൻ വീണിട്ടോട് പറഞ്ഞേ ഈ പാട്ടൊക്കെ ആരും എഴുതണമെന്ന് വെച്ച്, ഇവിടെ ഉള്ളതാണോ, ഞാനൊരു പാട്ട് എഴുതിട്ടെ. ഞാൻ ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ണി പാട്ട് എഴുതോ? ഞാൻ പാട്ട് എഴുതിയിട്ടൊന്നുമില്ല, എഴുതി നോക്കും. ഞാൻ പാട്ട് എഴുതി ആദ്യമായിട്ടും, പക്ഷെ അവസാനിക്കാൻ അറിയില്ല, പിന്നീട് എഴുതിയിട്ടൊന്നുമില്ല, പാട്ട് എഴുതി. കുട്ടാളൻ വയലേലകളിൽ മുട്ടോളം മുണ്ടും ചുറ്റി തേനൂറും പാട്ടും പാടി കൊയ്തൊരു പെണ്ണെ, ആവോളം കൊയ്തു മെതിച്ച് ചേക്കേറു സ്വപ്നവുമായി വാനോളം മോഹം ഉയർത്തിയ കൊയ്ത്തുകാരി പെണ്ണെ. ഇതാൾക്ക് കൊടുത്തു. ഞാൻ 4 പേര് പല്ലവി മാത്രമേ എഴുതി. നല്ല ഉണ്ണി, ഇത് നന്നായിട്ട്, ഇതൊരു ഫോക്കായിട്ട് നാട് ഒരു ഗ്രാമീണ തന്നെ പാട്ടാണ്. ബാക്കിയെല്ലാം കൂടി എഴുതും. ഇതിന് ബാക്കി ഒരു 2 ആഴ്ചക്ക് സമയം വേണ്ടേ, മിനിറ്റ് കൊണ്ട് എഴുതണ കവി എഴുതുന്നല്ലോ. 1 മാസം 2 ആഴ്ച കൊണ്ട് ഞാൻ പാട്ട് എഴുതി കൊടുത്തു. അത് തൃശ്ശൂരിലെ PD തോമസ് എന്ന സംഗീതമൊക്കെ ഇട്ടാ, PD തോമസ് എന്ന സംഗീത സംവിധായകൻ, അത് സ്റ്റാഫ് ആർട്ടിസ്റ്റ്, അത് മ്യൂസിക് ചെയ്തിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ്. അവിടെ ചെയ്തു. ആകാശവാണിയിൽ കല്ലൂർ ഉണ്ണീഷിന്റെ പേരിൽ പാട്ട് അവിടെ ഉണ്ട്. ഇന്നുണ്ടാവില്ല, കാരണം ഇന്ന് അതിന്റെ സിസ്റ്റം അറിയില്ല. അന്ന് ഇനിയൊരു ഗാനം രചന കല്ലൂർ ഉണ്ണീഷ് എന്ന് പറഞ്ഞിട്ട് വേണേട്ടൻ തന്നെ, വേണു സാർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയ സാർ. അങ്ങനെ കുറെ, പക്ഷെ അത് ഒന്ന് പാടി കേൾക്കണമെന്നുണ്ട്. അയ്യോ വരി ഞാൻ പറഞ്ഞു, വരില്ല, അത് അങ്ങനെ പറഞ്ഞ ഒരു 2 വരി, അതെങ്ങനെയോ പാട്ട് പറഞ്ഞാൽ അതിങ്ങനെ ഒരു സാധനമാണ്. കുട്ടാളൻ വയലേലകളില് മുട്ടോളം മുണ്ടും ചുറ്റി തേനൂറും പാട്ടും പാടി കൊയ്തൊരു പെണ്ണെ, ഇങ്ങനെ ഒരു സാധനമാണ്. ഇതാണ് പാട്ട്, ഇങ്ങനെ നല്ല പാടുക, അതിങ്ങനെ നല്ല പാടുക അല്ല. അന്ന് അനൗൺസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കണ്ട. അന്ന് ഇതന്നെ അനൗൺസ് വയലും വീടും മാത്രമേ. ആ ശബ്ദത്തിലൊന്നും ഇങ്ങനെ ഞാനിങ്ങനെ പറയാം. പ്രിയപ്പെട്ട വയലും വീട് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഒരു പ്രഭാഷണമാണ്. മണ്ണുത്തി ഹോർട്ടിക്കൾച്ചർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വീണ ജോർജ് അവതരിപ്പിക്കുന്ന പ്രഭാഷണം. അത് കഴിഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും അതിനെ പറയണം. പ്രഭാഷണം കേട്ടല്ലോ. ഇനി അഭിമുഖമാണ്. 2 പേര് നമ്മൾ അഭിമുഖം എല്ലാവരും കേട്ടു. ഇനി ഒരു ഗാനം, ആ ഗാനത്തോടെ ഇന്നത്തെ വയലും വീടും സമാപിക്കുകയാണ്. 4 തവണ ചെയ്യും പ്രോഗ്രാമിൽ ഈ സാധനം. അപ്പൊ ഞാൻ ഈ വാർത്ത എഴുതുന്ന നേരത്തെ ചാടി പോലോ ആകാശവാണി. അപ്പോൾ എൻ്റെ അനൗൺസ് തുടങ്ങി ആ പരിപാടി ഇതില്ലേ, പ്രഭാഷണം 5-10 മിനിറ്റ് ഉണ്ടാവും. ഇതുപോലും തിരിച്ചു വരും. 10 മിനിറ്റ് ഞാൻ വീഴും. എന്തിനറിയോ? പ്രഭാഷണം കേട്ടല്ലോ, ഇനി ഒരു ഗാനം വീണ്ടും വരും. 5 മിനിറ്റ് കഴിഞ്ഞാൽ പാട്ട്. ഇതോടെ ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിച്ചു. അത് ഒരു ഭയങ്കര ഒരു, നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ, ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബമാണ് സത്യം അല്ലേ? ഞങ്ങളെ എൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ട് പോകുന്നില്ല, അച്ഛൻ തായമ്പക മേളം കലാകാരനാണ്. പിന്നെ അച്ഛൻ്റെ ഒരു കലാകുടുംബമാണ്. അപ്പൊ ഞങ്ങൾ 6 ആൺകുട്ടികളാണ്. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പൊ അതിലത്തെ മൂത്ത ചേട്ടനാണ് പോയത്, മരിച്ചത്. മൂത്ത ചേട്ടൻ മദ്ദളം. രണ്ടാമത്തെ ചേട്ടൻ തിമല. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ താഴെ ബാബു എലത്താളം. അതിൻ്റെ താഴെ 2 പേരുണ്ട്. അവര് 2 പേര് ചണ്ടക്കാരാ. ഞാൻ മാത്രമേ പാൻറ് ഇട്ടിട്ടുള്ളൂ. അവരൊക്കെ മുണ്ടും വേഷ്ടിയാ. പക്ഷെ എനിക്ക് ഇതൊക്കെ അറിയാട്ടോ, കൊട്ടാനൊക്കെ അറിയാം. കൊട്ട് വെച്ചാലേ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോ ഡീസോളിൽ ഞാൻ ഇടയ്ക്ക ഫസ്റ്റ് ആയിരുന്നു. മാധവില് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇടയ്ക്ക പെർക്കഷൻ എന്ന് പറയും. എന്റെ സഹോദരങ്ങളൊക്കെ വാദ്യലോകത്ത് പ്രയോഗിക്കുന്നു, വാദ്യം പ്രയോഗിച്ച് നടക്കുന്നു. ഞാൻ വാദ്യം പ്രയോഗിക്കുന്നില്ല. ഇങ്ങനെ എൻ്റെ ചെറിയച്ഛൻ ദേവികൃഷ്ണ കേട്ടിട്ടുണ്ടോ, മ്യൂസിക് ഡയറക്ടർ. ജോൺസൺ മാഷുടെയും രവീന്ദ്ര മാഷുടെ ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹം അറ്റാക്കായിട്ട് ഇപ്പോൾ 4-5 കൊല്ലം മരിച്ചിട്ട്. അദ്ദേഹം നല്ല ഗുരുവായൂർ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പൊ കലാകാരന്മാർ വീട്ടിലൊക്കെ എല്ലാവരും
ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ വിശേഷത്തിന്റെയും ഒന്നുകിൽ ആരംഭത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ ജനുവേട്ടന്റെ പേര് വരും. അതങ്ങനെയാ. ജനേട്ടൻ എന്ന് പറയുമ്പോ ശരിക്കും ഞാൻ വലിയ ഇമോഷണൽ ആവുന്ന ഒരാളാ. അദ്ദേഹം സാധാരണ ഒരു പത്രസ്ഥാപനത്തിൽ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈഗോ ക്ലാഷാണ്. അതെ, എല്ലായിടത്തും അടി ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇതാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നൊരു ഏരിയയിലേക്ക് ഞാൻ കിടക്കില്ല, എൻ്റെ ഒരു ഏരിയയിലേക്ക് അദ്ദേഹം കിടക്കില്ല. അദ്ദേഹം പറയും ഉണ്ണി അത് ചെയ്തോട്ടാ. ഗുരുവായൂർ അമ്പലത്തിൽ പ്രോത്സാഹനം അല്ലേ? അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവ കാലത്ത് തായമ്പക എന്നോട്ട് എഴുതിക്കാം. അത് തായമ്പകം അത് ഉണ്ണിയാണ് എഴുതുന്നത്. ഗുരുവായൂർ അമ്പലം അദ്ദേഹം എഴുതേണ്ടതാണ്. പക്ഷെ തായമ്പക ഉണ്ണി ചെയ്യും, പഞ്ചവാദി ഉണ്ണി ചെയ്യും, ചെമ്പൈ സംഗീതം ഉണ്ണി ചെയ്യും. ഈ കലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുള്ളി ഞാൻ ലഭിക്കും. അമ്പലത്തിൽ തന്ത്രി ചെയ്യുന്ന താന്ത്രികമായ കാര്യങ്ങളില്ലേ, അതൊക്കെ പൊളിച്ചു. അത് ഞാൻ തൊടൂല, തൊട്ടാ ഉള്ള. ഇപ്പൊ ഞാനത് പഠിച്ചു. കാരണം അത് ആൾക്ക് പരിചയമുള്ളൂ. ആ പരിചയത്തിൽ വന്നതാണ്. ജനേട്ടനെ പോലെ ഇത്രയും കൃത്യമായിട്ട് തെറ്റില്ല, പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളാകുമ്പോൾ കൃത്യമാണ്. ജനേട്ടന്റെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു പാഠമാണ്, സിലബസാണ്. ഒരു ട്രാക്ക് ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ 2 മേശ ഉണ്ട്. അടുത്ത് വന്നിട്ട് ചോദിച്ചു 2 മേശ ഇരിക്കട്ടെ, ഞങ്ങൾ കാലങ്ങളായിട്ട് നമ്മുടെ ഓഫീസിൽ 2 മേശ ഉണ്ട്. ഒന്ന് ജനേട്ടനൊന്നും ഇരിക്കുക. അത് ജനേട്ടില്ലെങ്കിൽ പോലും അത് അവിടെ ഉണ്ട്. ഇപ്പോഴും മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് സ്പേസ് ഉണ്ട് ഇപ്പോഴും. ഞാൻ മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു ഗുരുവായൂർ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങളോ അവാർഡുകളൊക്കെ കിട്ടിയത് ഉണ്ണിയേട്ടനായിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് കാരണം എന്റെ ഓഫീസിൽ വന്നാൽ കാണാം. പിന്നെ ഒരു പെട്ടി അത് ഇത്തരം വാർത്തകൾക്കുള്ള വാർത്തകൾക്കുള്ള പുരസ്കാരങ്ങളും ആദരവുകളും എല്ലാ സംഘടനകളും ഗുരുവായൂരത്തെ ഒരുവിധം സംഘടനകളൊക്കെ എന്നെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ബ്രദേഴ്സ് ക്ലബിന്റെ ആൾക്കാരാണ്. കഴിഞ്ഞ ഓണത്തിന് വന്ന ഒരു വാർത്ത പോലും ശരിക്കും ഒരു പക്ഷേ അത് ടിസ്റ്റിംഗ് ആണ്. അതെ, ഈ വാർത്തകളിലെ മീൻസ് പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം പ്രദേശമൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സ്ഥലം കൂടിയാണ്. അതിനെ ഇത്ര മനോഹരമായിട്ട് കാണിക്കാൻ അതൊരു സ്റ്റേറ്റ് ലെവൽ, അത് ഓൾ കേരള വാർത്ത. അതെ, കാരണം ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. കാരണം ഓണത്തിന് കൊടിയേറ്റ ഇതല്ലേ ഘോഷയാത്ര തിരുവങ്കട അമ്പലത്തിൽ വരുന്നു, പള്ളിയിലൂടെ സ്വീകരിക്കുന്നു. ഇത് കാലങ്ങളായി ചെയ്യില്ല. കൊടി ഉയർത്തുന്നത് പള്ളിയിലെ വികാരിയച്ഛനും ക്ഷേത്രത്തിലെ പ്രസിഡന്റും കൂടി കൊയ്യ. അവിടെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിക്കുന്നു. ഇത് കാലങ്ങളായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ്. പക്ഷെ അതിനോട് ടിസ്റ്റ് ചെയ്തു. ഇത് 25 വർഷമായിട്ട് നടക്കുന്നു. അത് ഒരു വാർത്തയായി. കുടുംബത്തെ പറ്റി കുടുംബം ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട് അവിടെ 6 സഹോദരങ്ങള് മക്കള്. അച്ഛൻ മരിച്ചു, അമ്മയും പോയി. ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ഗുരുവായൂർ താമസിക്കുന്നത്. എന്റെ വൈഫ് തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപികയാണ്. മാത്സ് സബ്ജക്ട്. 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് BAMS ആയുർവേദത്തിന് പഠിക്കുന്നു, ഷൊർണൂർ വിഷ്ണു കോളേജിൽ. രണ്ടാമത്തെ മോള് +1 ശ്രീകൃഷ്ണ കോളേജിൽ. 2 കുട്ടികൾ നന്നായി പാടും. എന്തായാലും ഒരുപാട് വാർത്തകൾ ഇനിയും ഉണ്ടാവട്ടെ. എന്താ പറയാ, നാളെ നമുക്ക് എന്ത് വാർത്ത ചെയ്തോ അറിയില്ല, പക്ഷെ വന്നു ചേരട്ടെ. അതെ, അല്ല ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോഴും വിചാരിക്കായിരുന്നു ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആശ്വാസവും എന്താ പറയാ, ഈ സാധാരണ ദിവസം കണ്ടുവരുന്ന അമ്പലവും പൂരവും ക്രിസ്മസും പെരുന്നാളും അങ്ങനെയൊക്കെയുള്ള വാർത്തകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഹൃദയം തൊടുന്ന വാർത്തകൾക്ക് പേന അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അത് വേറെ പറയും. നമസ്തേ ഗുരുവായൂർ അത് ആൻഡോ നന്നായിട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു. സാധാരണ ഇന്റർവ്യൂകാരൊക്കെ ഇങ്ങനെ ഇരിക്കും, കാലുമ കാറ്റി കെട്ടിച്ച് ഭയങ്കര ജാടായിട്ട് ക്വസ്റ്റിനും ആൻസർ ആയിട്ട്. അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജാടൊക്കെ ആയിട്ടിരിക്കും, എന്തൊക്കെ അങ്ങനെ കഴിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഒരു മസിൽ പിടുത്തമില്ലാണ്ട് നമ്മളൊരാളായിട്ട് എളിമയോട് കൂടി. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ മോനാണ്. അതല്ല, ആ ഒരു എളിമയോട് കൂടി നടത്തും. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും അതുപോലെയാണ് കാണിച്ചു തരുന്നത്. കാരണം അവരുടെ ജീവിതം കൊണ്ടും. അതെ. താങ്ക് യു. വളരെ നന്നാവുണ്ട്. താങ്ക് യു.